ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അപ്പം ഞാനിത് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 1 കിലോയുടെ പാസ്തയാണ്. ഞാനിതിൻ്റെ പകുതിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്നൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. പാസ്ത 1/2 kg വേണം. പിന്നെ ഇത് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ സവോളയും ഞാനിവിടെ ചെറുത് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചോപ്പറിലിട്ട് ചെറിയ പീസുകളാക്കി ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോപ്പറില്ലെങ്കിൽ നിങ്ങൾ ചെറിയ പീസുകളാക്കിയിട്ട് എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസുകളാക്കിയിട്ട് ഈ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ചോപ്പറിലിട്ടൊന്ന് അടിച്ച് എടുത്തിട്ട് വരാം. പിന്നെ നമുക്ക് വേണ്ട സാധനം ഞാൻ ടൊമാറ്റോ, നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ ചേർത്താലും മതി. ഞാൻ ടൊമാറ്റോ പേസ്റ്റാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചേർക്കുമ്പോൾ പറയാം എത്രമാത്രം അളവ് വേണമെന്ന്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും എണ്ണയും വേണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതെ, ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി സവോളയെ ഞാൻ ഈ ചോപ്പറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് അടച്ചു വെച്ചിട്ട് ഇതാണ് ഇതിൻ്റെ മോട്ടർ. നമുക്കിത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം. കണ്ടല്ലോ, നല്ല പോലെ ഇത് ചോപ്പായി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ടിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, ഞാനിത് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ. ഇത് നമ്മൾ ചോപ്പർ ഇല്ലെങ്കിൽ നമ്മളിതുപോലെ ചെറുതായിട്ട് കുത്തിയരിയാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയാണ്, നല്ലൊരു ചോപ്പർ നിങ്ങൾ വാങ്ങിക്കണം. പിന്നെ അപ്പോൾ ഇത് നമ്മളിവിടെ നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാസ്തേനെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കുക്കർ വേണ്ടെങ്കിൽ അടപ്പത്ത് നോർമലായിട്ട് വെച്ച് വേവിച്ചാലും മതി. ഞാൻ കുറച്ചൊന്ന് നല്ലപോലെ സോഫ്റ്റ് ആകുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ നേരം ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഞാനിത് കുക്കറിൽ വേവിക്കുന്നത്. അപ്പം ഞാൻ ഈ പാസ്തയുടെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്താണ്. ഇനി ഞാൻ ഇതിലോട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചാലും മതി. എന്തായാലും നമ്മൾ അടപ്പത്ത് വെച്ച് ഇത് വേവിക്കാൻ പോകുന്നതാണല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ നേരത്തെ ഇതിൻ്റെ മുകളിൽ വരെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിക്കായിട്ടിരിക്കും. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചൊന്ന് ഒരു 2-3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാസ്തയെ ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുപ്പിട്ടൊന്ന് അടച്ച് ഇതൊന്ന് 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത നല്ലപോലെ ഇത് വെന്തിട്ടുണ്ട്. ഞാനിത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒത്തിരി ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് എണ്ണ വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ. ഞാനിത് എപ്പോഴും ചെയ്യുന്നത്, ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതിനൊന്ന് കഴുകിയെടുക്കും, ആ പശയെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിനെ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചൂടുണ്ടത്. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയും സവോളയും വെളുത്തുള്ളിയും സവോളയും ഇഞ്ചിയും കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടത്തെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുവിധം ആ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് കളറ് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്തതേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, നമുക്കൊരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്
നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. അതെ 1 2 3 4 5 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചിലർക്ക് ഇപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത സ്ഥാനത്ത് നിങ്ങൾക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാത്തിനും കുറച്ച് എളുപ്പമുള്ളതെന്ന് കരുതിയിട്ട് ടൊമാറ്റോ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതിങ്ങനെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് ഞാനെപ്പോഴും ഇതാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് മുമ്പൊന്ന് ആഡ് ചെയ്തായിരുന്നു കുറച്ച് ഉപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്ത് തക്കാളി പേസ്റ്റ് എല്ലാം ഇപ്പം നല്ലപോലെ വഴന്ന് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തക്കാളി ആണെങ്കിൽ തക്കാളി നല്ലപോലെ ഇതുപോലെ ഒന്ന് നല്ലപോലെ മെൽറ്റായി നല്ലപോലെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പയിൽ വെച്ച് ഇതൊന്നെല്ലാം ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവുമൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നും നോക്കിക്കോളൂ കേട്ടോ. പാസ്ത ഇപ്പോൾ നല്ലപോലെ എല്ലാം മിക്സായി ഒരു 2 മിനിറ്റ് നേരം ഞാനൊന്ന് മൂടി വെച്ച് എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ സ്കൂൾ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു പാസ്തയാണ്. പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കണമെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചൂടോടുകൂടി വേണം. ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്ന് ഇതിൻ്റെ മേലോട്ട് നമ്മുടെ കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ജെ ഷോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.